UAE ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. UAEയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സെപ്റ്റംബർ 15 തിങ്കളാഴ്ച മുതൽ ഉച്ചസമയത്തെ ജോലി നിരോധനം അവസാനിപ്പിക്കാൻ UAE ഒരുങ്ങുന്നു. വേനൽക്കാലത്തെ കനത്ത ചൂടിൽ നിന്നും ഔട്ട്ഡോർ തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഏർപ്പെടുത്തിയിരുന്ന വാർഷിക മധ്യാഹ്ന ജോലി നിരോധനമാണ് ഇപ്പോൾ നീക്കം ചെയ്യുന്നത്. ജൂൺ 15 മുതലാണ് ഈ നിയന്ത്രണം നിലവിൽ വന്നത്. ഉച്ചയ്ക്ക് 12:30 മുതൽ 3 വരെയാണ് ഔട്ട്ഡോർ ജോലികൾ നിരോധിച്ചിരുന്നത്. തൊഴിലാളികളെ അതിതീവ്രമായ താപനിലയിൽ നിന്നും സംരക്ഷിക്കുന്നതിനായിരുന്നു ഈ നടപടി. 21ാം വർഷത്തിലേക്ക് കടന്ന ഈ സംരംഭം രാജ്യത്തിൻ്റെ തൊഴിൽ ആരോഗ്യ സുരക്ഷാ ചട്ടക്കൂടിൻ്റെ പ്രധാന ഭാഗമായി മാറിയിട്ടുണ്ട്. മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം 2022-ൽ 99% ഈ നിയമം പാലിച്ചിരുന്നത്. എന്നാൽ 2023-ൽ ഇത് 99.9% ഉയർന്നു. സ്വകാര്യ കമ്പനികളും അധികാരികളും തമ്മിലുള്ള അടുത്ത സഹകരണത്തിൻ്റെ ഫലമാണ് ഈ മാറ്റം. ഉച്ചസമയത്തെ വിശ്രമം, ഡീഹൈഡ്രേഷൻ, ക്ഷീണം, സൂര്യാഘാതം തുടങ്ങിയ ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കുറയ്ക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമാണ്. ഈ കാലയളവിൽ നിരോധിത സമയത്തെ ഔട്ട്ഡോർ ജോലികൾ നിർത്തിവെക്കുക മാത്രമല്ല, തണലുള്ള വിശ്രമസ്ഥലങ്ങൾ, കുടിവെള്ളം, മറ്റ് പ്രതിരോധ നടപടികൾ എന്നിവ ഉറപ്പാക്കാനും തൊഴിലുടമകൾ ബാധ്യസ്ഥരാണ്. കുവൈറ്റിലേക്കുള്ള ഇന്ത്യയുടെ അടുത്ത അംബാസിഡറായി പരിമിത ത്രിപാഠി. വെള്ളിയാഴ്ചയാണ് വിദേശകാര്യ മന്ത്രാലയം ഇത് പ്രഖ്യാപിച്ചത്. നിലവിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ ജോയിന്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ഇവർ ഉടൻ തന്നെ ഈ ചുമതല ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2001 ബാച്ചിലെ IFS ഓഫീസറാണ് പരിമിത ത്രിപാഠി. ഇന്ത്യയും കുവൈറ്റും പരമ്പരാഗതമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ്. 2021-22 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ 60ാം വാർഷികം ആഘോഷിച്ചതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ സൂചിപ്പിച്ചിരുന്നു. 2024-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി. ഈ സഹകരണത്തിൻ്റെ ഫലമായി പ്രതിരോധം, സംസ്കാരം, കായികം തുടങ്ങിയ വിവിധ മേഖലകളിൽ 30-ലധികം ഉഭയകക്ഷി കരാറുകളും ഒപ്പുവെച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.